കടലോര ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് നാസർ കാപ്പാട് എഴുതിയ പ്രഥമ നോവൽ കടലകം. പ്രശസ്ത ഭാഗങ്ങൾ. കടലകം നിറയെ ഊക്കൻ തിരമാലകൾ ഉയർന്നു പൊന്തിയ ഒരു ദിവസമായിരുന്നു. അന്ന് വൈകിട്ട് കരുപ്പ് കുത്താൻ തുടങ്ങിയ നേരത്ത് ചെറിയ ഒരു ഫൈബർ തോണിയുമായി ഞാനും 3 കൂട്ടുകാരും കൂടി വല്ലത്തിനിടയിൽ കുടുങ്ങി ആകെ ഉഴന്നുപോയി. കുറെ നേരത്തേക്ക് ഞങ്ങളുടെ ആരുടെയെങ്കിലും നാക്കും ചിറിയുണ്ടോ പൊന്തുന്നു. അജാതി കുഴിപ്പൻ മുകിലുകൾക്കിടയിലല്ലേ ചെന്ന് പെട്ടിരിക്കുന്നത്. ഒരേല് കിട്ടിയാൽ ഏതെങ്കിലും ഒരു മുകിൽ വന്ന് തോണിയോടൊപ്പം ഞങ്ങളെ മുക്കിക്കളയും. അതിനു മുമ്പേ തടിയൊന്ന് കൈച്ചലാക്കണ്ടേ. എന്നാൽ അതിനുണ്ടോ പറ്റിയ ഒഴിവുകൾ എന്തെങ്കിലും കിട്ടുന്നു. ഞങ്ങൾ ആകെ സുയിപ്പിലായി. ഇടങ്ങാറിന് ആക്കം കൂട്ടാനെന്ന പോലെ അതുവരെ തെളിഞ്ഞു കണ്ടിരുന്ന എരിവെളിച്ചവും മങ്ങി. അതോടെ കടലകം ഒന്നാകെ കരിനീഴൽ വന്ന് മൂടി. ശേഷിച്ച പകലിനും രാത്രിക്കും ഇടയിലുള്ള നേരിയ വെളിച്ചത്തിൽ കിടന്ന് ഞങ്ങൾ 4 പേരും ഒരുപോലെ പേടിച്ചു വിറക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലോ ചരിക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ടായോ? ഹേതുവിന് ഒരു കാറ്റും കോളും. അതാണെങ്കിൽ നേരെ തെമ്പ്രായിൽ നിന്ന് ഒറ്റ വറ്റക്കരക്ക് അങ്ങോട്ട് ആഞ്ഞു വീശി. അതിൻ്റെ കൂടെയാണെങ്കിലോ ഹലാക്കിൻ്റെ നീരോട്ടവും. പിന്നെയുണ്ടോ തടി തെരിഞ്ഞു കിട്ടുന്നു. ആ നേരത്ത് ഒരായി കൂടി തോണിക്കള്ളിയിലേക്ക് വാരി വലിച്ചിട്ട വല നിറയെ വമ്പുതൻ അയില കോർത്ത് കിടപ്പുണ്ട്. രാവിലത്തെ വില നിലവാരം വെച്ച് നോക്കുമ്പോൾ നല്ല വില കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ടെന്താ, അതുമായി കരക്ക് പോകാൻ പറ്റണ്ടേ എന്നും കരുതി പേടിച്ചരണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഊരിപ്പോരാനുള്ള പഴുതുകൾ എന്തെങ്കിലും കണ്ടെത്തേണ്ടേ? അല്ലാതെ തോണിയുമായി മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയുമില്ല. സമയം കഴിയും തോറും വിഷപ്പാമ്പുകളെ പോലെ പത്തി വിടർത്തി ആടിത്തിമിർക്കുകയാണ് പടുകൂറ്റൻ മുകിലുകൾ. അതിനിടയിൽ ഒറ്റപ്പെട്ടു പോയ ഞങ്ങളെ സഹായിക്കാൻ മനുഷ്യരിൽപ്പെട്ട ഒരാൾക്കും കഴിയാത്ത ഒരവസ്ഥ. തിരിഞ്ഞ് എവിടേക്ക് നോക്കിയാലും ഒടുക്കത്തെ കടലിളക്കം. പിന്നെയുണ്ടോ ആലോചിച്ച് നിൽക്കാൻ നേരം. വരുന്നത് വരട്ടെ എന്ന് കരുതി മറ്റു 3 പേരെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ എൻ്റെ മനോധൈര്യത്തെ കാര്യമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കുവാൻ തന്നെ തീരുമാനിച്ചു. മരണമെങ്കിൽ മരണം, അല്ലാതെ പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ പിന്നെ എന്തിന് കാത്തിരിക്കണം? എത്രയും വേഗം അതങ്ങോട്ട് സംഭവിച്ചു കൊള്ളട്ടെ. അല്ലാണ്ടിപ്പം എന്ത് ചെയ്യുമെന്നായി. വമ്മീൻ കടിയേറ്റ ചെറുമീനിനെ പോലെ എവിടെയും ഒരിടത്ത് നിൽപ്പുറക്കാതിരുന്ന മനസ്സ് അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുക്കുവാനാണ് എന്നെ പ്രേരിപ്പിച്ചത്. സത്യം പറയാലോ, എനിക്കാണെങ്കിൽ അധിക നേരം കാത്തിരിക്കാനും വയ്യായിരുന്നു. ഉള്ള ജീവനും കൊണ്ട് എങ്ങനെയെങ്കിലും കരക്ക് പോകാനുള്ള തിടുക്കമാണ്. പക്ഷേ അവിടേക്കുള്ള വഴികളെല്ലാം തന്നെ അടിഞ്ഞു മൂടി കിടപ്പല്ലേ. പോരാത്തതിന് ദുനിയാവും വിട്ട് പരലോകത്തേക്ക് പോകേണ്ടി വരുമെന്നും ഏതാണ്ട് ഉറപ്പായി. പിന്നെ എന്തായിരിക്കും വ്യക്തിപരമായിട്ട് എനിക്ക് ചെയ്യാനുണ്ടാവുക? അവസാനമായി ഉച്ചരിക്കേണ്ടതായ ഷഹത്ത് കലിമ ചൊല്ലുക. അതല്ലേ? പറയുകയാണെങ്കിൽ നേരിയ ഒരു വിറയലോടുകൂടി അതും ഞാൻ ചെയ്തു. ശേഷിച്ച സമയം അതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും മലക്കുൽ മൗത്ത് അസ്രായിൽ വന്ന് റൂഹിനെ പിടിച്ചു കൊണ്ടുപോകും. അത്രയുള്ളൂ കാര്യം. മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത മുളച്ചു പൊന്തിയത് മുതൽ പടച്ച റബ്ബിനെ വിളിച്ച് ഞാൻ കുറേ പ്രാർത്ഥിച്ചു. റബ്ബേ, നീ എനിക്ക് കൽപ്പിച്ചു നൽകിയ റൂഹ്, അതിനെ ഞാനിതാ നിന്നെ തിരിച്ചേൽപ്പിക്കാൻ പോകുന്നു. അതും ഈ നടുക്കടലിൽ വെച്ച്. മനസ്സുകൊണ്ട് കടലിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയ എനിക്ക് ഈ കടലിൽ കിടന്ന് മരിക്കുന്നതിൽ ഒരു പേടിയുമില്ല. പക്ഷേ ഉപ്പയുടെ വിലപ്പെട്ട വാക്കുകൾ അത് വകവെക്കാതെയാണ് ഞാൻ ഈ കണ്ട കുഴപ്പങ്ങളിലേക്കൊക്കെ എടുത്തു ചാടിയത്. പോരാത്തതിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 3 കൂട്ടുകാരുടെ ജീവനും കൂടി ഞാനിതാ അപകടത്തിൽ കൊണ്ടുവന്നാക്കിയിരിക്കുന്നു. അതിലെനിക്ക് വല്ലാത്ത മനപ്രയാസമുണ്ട്. ഒന്നും മനഃപൂർവ്വമല്ല, അബദ്ധവശാൽ ചെയ്തു പോയ ഈ കണ്ട തെറ്റുകൾക്കൊക്കെയും നീ എനിക്ക് പുറത്തു മാഫാക്കി തരണം. അറിഞ്ഞുകൊണ്ട് മരണത്തെ അഭിമുഖീകരിക്കാൻ പോകുമ്പോഴുള്ള ഒരു പ്രാർത്ഥന, വിറച്ചുകൊണ്ടാണെങ്കിലും അതും കൂടി ചെയ്തു തീരുമ്പോഴേക്കും എൻ്റെ ശരീരത്തിലെ സർവ്വ നാഡിഞരമ്പുകളും ഉണർന്നെഴുന്നേറ്റതുപോലെ. അതോടെ എന്തിനേയും നേരിടാൻ തക്കോണം എൻ്റെ മനസ്സും തയ്യാറായി നിന്നു. പിന്നെ ഭയപ്പെടാനുണ്ടോ? തൊട്ടു പിറകിലായി ഞങ്ങളെ വേട്ടയാടാനെന്നോണം പാഞ്ഞടുത്ത ഒരു കൂറ്റൻ മുകിൽ. അതിനെ ഒരു തരുമ്പും പേടിക്കാതെ തോണിയുമായി ഞാൻ കരയിലേക്ക് വെച്ച് കുതിച്ചു. അത് വല്ലാത്തൊരു കുതിപ്പായിരുന്നു.